കാലാവസ്ഥ അനുകൂലമായതോടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഗുരുവായൂരിലേക്ക് യാത്ര തിരിക്കും. വീണ്ടും കൊച്ചിയിലെ ഔദ്യോഗിക പരിപാടിക്ക് ശേഷമായിരിക്കും ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി യാത്ര തിരിക്കുക. കനത്ത മഴയെ തുടർന്ന് സന്ദർശനം നീട്ടിവെക്കുകയായിരുന്നു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ്. ലെവിൻ, ഇപ്പോൾ യാത്ര പുനരാരംഭിക്കുകയാണ്. നേരത്തെ കാലാവസ്ഥ പ്രതികൂലമായതോടെയാണ് യാത്ര പൂർത്തിയാക്കാനാവാതിരുന്നത്. രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സന്ദർശകർക്ക്, ഭക്തർക്ക് ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ച കഴിഞ്ഞാൽ നിയന്ത്രണങ്ങൾ വീണ്ടും ഏർപ്പെടുത്തേണ്ടി വരും അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കനത്ത മഴയായിരുന്നു ഇന്ന് പുലർച്ചെയും രാത്രിയുമായി തൃശൂർ നഗരത്തിലെമ്പാടും, തൃശൂർ ജില്ലയിലെമ്പാടും പെയ്തിട്ടുള്ളത്. അതേ തുടർന്നായിരുന്നു രാവിലെ നിശ്ചയിച്ചിരുന്ന ഉപരാഷ്ട്രപതിയുടെ ക്ഷേത്ര ദർശനം ഒഴിവാക്കേണ്ടി വന്നത്. ആദ്യം കൊച്ചിയിൽ നിന്നും അദ്ദേഹം വിമാനമാർഗത്തിൽ, ഹെലികോപ്റ്റർ മാർഗത്തിൽ ഗുരുവായൂരിലെത്തിയെങ്കിലും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിലായിരുന്നു ഹെലികോപ്റ്റർ ഇറക്കാൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതോടുകൂടി 2 തവണ ശ്രമം നടത്തിയെങ്കിലും ഹെലികോപ്റ്റർ ഇറക്കാനായില്ല. ഇതേ തുടർന്ന് അദ്ദേഹം തിരികെ കൊച്ചിയിലേക്ക് മടങ്ങുകയായിരുന്നു. കൊച്ചി ന്യൂഹാൽ ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടി പൂർത്തീകരിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. സമയക്രമം ഏതായാലും നിശ്ചയിച്ചിട്ടില്ല. ഉപരാഷ്ട്രപതിയുടെ സൗകര്യാർത്ഥം ഒരു സമയം നോക്കി തന്നെയായിരിക്കും ക്ഷേത്ര ദർശനത്തിന് ഗുരുവായൂരിലേക്ക് മടങ്ങിയെത്തുക. ഏതായാലും ഇന്ന് 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി തിരികെ വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം മടങ്ങും. ആ വൈകുന്നേരത്തിനുള്ളിൽ ക്ഷേത്ര ദർശനം പൂർത്തീകരിക്കാനാകുമെന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രതിനിധികൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെമ്പാടും കനത്ത ജാഗ്രതയിലാണ്, സുരക്ഷയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്ര ദർശനത്തിനടക്കം പൊതുജനങ്ങൾക്ക് വലിയ നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതോടുകൂടിയാണ് അദ്ദേഹം തിരികെ പോയതും. ഉച്ചയ്ക്ക് ശേഷം മടങ്ങിയെത്തുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ബിനേഷ്, ഓക്കെ, വ്യക്തമാണ്. ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായതിനെ തുടർന്ന് വീണ്ടും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താൻ ശ്രമിക്കുകയാണ് ഉപരാഷ്ട്രപതി. ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം. ഇപ്പോൾ എറണാകുളത്തെ ക്യാമ്പസിൽ, ന്യൂവാൽസ് ക്യാമ്പസിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയാണ് അദ്ദേഹം.